ആനക്കൊമ്പുകളുമായി യുവാക്കൾ പിടിയിലായ കാഴ്ചയാണ് ആദ്യം. ഒരു ജോഡി ആനക്കൊമ്പുകളുമായി തമിഴ്നാട് സ്വദേശിയും ആലപ്പുഴ സ്വദേശിയുമാണ് പിടിയിലായത്. കൊച്ചിയിൽ നിന്നുള്ള റിപ്പോർട്ടിലേക്ക്. ഏകദേശം 10 വയസ്സ് പ്രായമുള്ള ആനയുടെ കൊമ്പുകളുമായി തമിഴ്നാട് സ്വദേശി ശിവകുമാർ, ആലപ്പുഴ സ്വദേശി വിഷ്ണുദാസ് എന്നിവരാണ് പിടിയിലായത്. തിരുവനന്തപുരം ഇന്റലിജൻസിന്റെ രഹസ്യവിവരത്തെ തുടർന്ന് എറണാകുളം ഫ്ലൈയിംഗ് സ്ക്വാഡും പെരുമ്പാവൂർ ഫ്ലൈയിംഗ് സ്ക്വാഡും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് പ്രതികൾ അറസ്റ്റിലായത്. ഇരുചക്ര വാഹനത്തിൽ വിൽപ്പനക്കായി കൊണ്ടുപോകുന്നതിനിടെ ഇടപ്പള്ളിയിൽ നിന്ന് പിടിയിലാവുകയായിരുന്നു. 30 സെന്റിമീറ്റർ നീളമുള്ള കൊമ്പുകൾക്ക് 3 ലക്ഷം രൂപ വില വരും. പ്രതികളുടെ ബൈക്കും 3 മൊബൈൽ ഫോണുകളും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. പിടികൂടിയത് 10 വയസ്സ് പ്രായം തോന്നിക്കുന്ന ആനയുടെ കൊമ്പുകളായതിനാൽ കൊന്ന് കൊമ്പെടുത്തതാകാമെന്നാണ് വനപാലകരുടെ നിഗമനം. ഇവർക്ക് പിന്നിൽ വൻ മാഫിയ ഉണ്ടെന്ന് സംശയിക്കുന്നതായും പ്രതികളെ കേന്ദ്രീകരിച്ച അന്വേഷണത്തിലൂടെ കൂടുതൽ അറസ്റ്റുണ്ടാകുമെന്നും വനം വകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. തിരുവനന്തപുരം സായി സ്കൂളിൽ കായിക താരം ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ച കായിക താരത്തെ പിന്നീട് സൈക്യാട്രി വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചു. കായിക താരത്തിൽ നിന്ന് പോലീസ് മൊഴി രേഖപ്പെടുത്തി. സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ കീഴിലുള്ള കാര്യവട്ടത്തെ LNCP ട്രെയിനിംഗ് സെന്ററിലെ പുരുഷ കായിക താരമാണ് ഇന്ന് പുലർച്ചെ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. രാവിലെ 6:30ഓടെ കൈത്തണ്ടയിൽ മുറിവേറ്റ നിലയിൽ കായിക താരത്തെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെത്തിച്ച് പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം സൈക്യാട്രി വിഭാഗത്തിലേക്ക് റെഫർ ചെയ്തെങ്കിലും താരം ഹോസ്റ്റലിലേക്ക് മടങ്ങുകയായിരുന്നു. മത്സരത്തെക്കുറിച്ച് ആലോചിച്ചപ്പോൾ പെട്ടെന്ന് തോന്നിയ നിരാശയാണ് ആത്മഹത്യ ചെയ്യാൻ പ്രേരിപ്പിച്ചതെന്ന് കായിക താരം പറഞ്ഞു. മുറിയിലെ പൊട്ടിയ ജനൽ ഗ്ലാസിന്റെ ചില്ലുകൊണ്ടാണ് കൈത്തണ്ടയിൽ മുറിവേൽപ്പിച്ചതെന്നും കായിക താരം പറഞ്ഞു. എനിക്ക് രാവിലെ എണീറ്റപ്പോഴത്തേക്കും ഇങ്ങനെ പെട്ടെന്ന് കോമ്പറ്റീഷനെ കുറിച്ചും അങ്ങനെയൊക്കെ ആലോചിച്ചപ്പോഴത്തേക്കും പെട്ടെന്ന് റൂമിൻ്റെ അവിടെ സൈഡിൽ എന്തോ ജനലിൻ്റെ എന്തോ കഷ്ണം എന്തോ കിടന്നായിരുന്നു. അപ്പോൾ അതെടുത്ത് ജസ്റ്റ് ഞാൻ ആക്കിയത് ചെറിയൊരു മുറിവ് തന്നു, അത്രേ ഉള്ളൂ. എല്ലാവരുടെയും പ്രശംസ പിടിച്ചു പറ്റിയ കായിക താരമാണെന്നും അതുകൊണ്ട് തന്നെ ആത്മഹത്യാശ്രമം വിശ്വസിക്കാൻ കഴിയുന്നില്ലെന്നും സായി LNCPയിലെ കായിക പരിശീലകൻ നിഷാദ് കുമാർ പ്രതികരിച്ചു. ഒരു അൺഫോർച്ചുനേറ്റുള്ള ഒരു ഇൻസിഡൻ്റാണ്. ഒരിക്കലും നമ്മൾ പ്രതീക്ഷിച്ചതല്ല. വളരെയധികം മുന്നിലോട്ട് പോകേണ്ട ഒരു കുട്ടിയാണ്. വളരെയധികം സാധ്യതകളുള്ളൊരു കുട്ടിയാണ്. ടാലൻറ്റഡ് ആണ്. അല്ലാതെ വേറെ ഇവിടെ മാനസികമായിട്ട് അവന് ഒരു പ്രയാസവും ഒരിക്കലും ഉണ്ടായിട്ടില്ല. ആലപ്പുഴ സായിയിൽ 4 കായിക താരങ്ങൾ ആത്മഹത്യയ്ക്ക് ശ്രമിക്കുകയും ഒരാൾ മരണപ്പെടുകയും ചെയ്ത വാർത്തകൾ കെട്ടടങ്ങുന്നതിന് മുമ്പാണ് സായിയിൽ ദുരൂഹത വർദ്ധിപ്പിക്കുന്ന മറ്റൊരു ആത്മഹത്യാശ്രമവും കൂടി നടന്നിരിക്കുന്നത്. സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ സായി ഡയറക്ടർ ഉത്തരവിട്ടു. കഴക്കൂട്ടം പോലീസ് കായിക താരത്തിൽ നിന്നും മൊഴിയെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കോഴിക്കോട് മാവൂരിൽ കോടതി ഉത്തരവനുസരിച്ച് ക്ഷേത്രം ഏറ്റെടുക്കാനെത്തിയ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർക്കും പോലീസിനും നേരെ ആക്രമണം. മാവൂർ കൽച്ചിറ നരസിംഹമൂർത്തി ക്ഷേത്രം മലബാർ ദേവസ്വം ബോർഡ് ഏറ്റെടുക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു. നടപടികൾ തടയാൻ ക്ഷേത്രം സംരക്ഷണ സമിതിയുടെ പേരിലെത്തിയ BJP RSS പ്രവർത്തകരാണ് ആക്രമണം അഴിച്ചുവിട്ടത്. വർഷങ്ങളുടെ പഴക്കമുള്ള മാവൂരിലെ കൽച്ചിറ നരസിംഹമൂർത്തി ക്ഷേത്രം 4 ബ്രാഹ്മണ കുടുംബങ്ങൾ പൂർവികമായി കൈമാറി വന്നതായിരുന്നു. 1953 ക്ഷേത്ര ഊരാളന്മാരായ കുടുംബാംഗങ്ങൾ ക്ഷേത്രം ദേവസ്വം ബോർഡിന് കൈമാറി. 20 വർഷം മുമ്പാണ് ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ക്ഷേത്രത്തിന്റെ നിയന്ത്രണം ക്ഷേത്രം സംരക്ഷണ സമിതി രൂപീകരിച്ച് ഏറ്റെടുത്തത്. തുടർന്ന് തൊട്ടടുത്തുള്ള സ്കൂളിന് വേണ്ടി ക്ഷേത്രം വകഭൂമി കൈമാറാനുള്ള നീക്കം നടന്നതോടെയാണ് ക്ഷേത്രത്തിന്റെ അധികാരം സംബന്ധിച്ച തർക്കം കീഴ്ക്കോടതി മുതൽ ഹൈക്കോടതി വരെ എത്തിയത്. ക്ഷേത്രത്തിന്റെ നിയന്ത്രണം മലബാർ ദേവസ്വം ബോർഡ് ഏറ്റെടുക്കുകയോ ഇല്ലെങ്കിൽ ഊരാളന്മാരായ കുടുംബങ്ങൾക്ക് കൈമാറുകയോ ചെയ്യണമെന്നായിരുന്നു ഹൈക്കോടതി ഉത്തരവ്. ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ സ്ഥലത്തെത്തിയ ഉദ്യോഗസ്ഥർ ക്ഷേത്രം മലബാർ ദേവസ്വം ബോർഡ് ഏറ്റെടുത്തതായി കാണിച്ച് നോട്ടീസ് പതിച്ചു. ഇതിനിടെയാണ് ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ പേരിൽ സംഘടിച്ചെത്തിയ BJP RSS പ്രവർത്തകർ സ്ഥലത്തുണ്ടായിരുന്ന പോലീസിന് നേരെയും ഉദ്യോഗസ്ഥർക്ക് നേരെയും ആക്രമണം നടത്തിയത്. പോലീസുകാർക്ക് നേരെ ക്ഷേത്ര സംരക്ഷണ സമിതി പ്രവർത്തകർ കല്ലേറ് നടത്തി. ആക്രമണത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റു. തുടർന്ന് മാവൂരിൽ ഉച്ചയ്ക്ക് 1 മണി മുതൽ 6 മണി വരെ ക്ഷേത്ര സംരക്ഷണ സമിതി ഹർത്താലിന് ആഹ്വാനം ചെയ്തു. ഹർത്താലിനിടെ വ്യാപാര സ്ഥാപനങ്ങൾക്ക് നേരെയും ആക്രമണം നടന്നു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. അധ്യാപകന്റെ കൈവെട്ടിയ കേസിലെ ശിക്ഷാവിധിക്കെതിരെ NIA ഹൈക്കോടതിയിൽ അപ്പീൽ നൽകി. പ്രതികളെ വെറുതെ വിട്ടതും ശിക്ഷ കുറഞ്ഞതും നിയമവിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് അപ്പീൽ നൽകിയത്. തൊടുപുഴ ന്യൂമാൻ കോളേജിലെ അധ്യാപകനായിരുന്ന പ്രൊഫസർ TJ ജോസഫിന്റെ കൈപ്പത്തി വെട്ടിമാറ്റിയ കേസിൽ കുറ്റക്കാരായി കണ്ട 13 പേർക്ക് കൊച്ചിയിലെ NIA കോടതി നേരത്തെ ശിക്ഷ വിധിച്ചിരുന്നു. ഭീകരവാദം, ഗൂഢാലോചന തുടങ്ങിയ കുറ്റങ്ങൾ തെളിഞ്ഞതിനാൽ 10 പേർക്ക് 8 വർഷവും 3 പേർക്ക് 2 വർഷവുമാണ് കോടതി തടവ് ശിക്ഷ വിധിച്ചത്. 10 പേർക്കെതിരെ UAPA നിയമം ചുമത്തിയത് കോടതി ശരിവച്ചിരുന്നു. ഇവർക്കാണ് 8 വർഷം തടവ് ശിക്ഷ വിധിച്ചത്. ഈ ശിക്ഷ അപര്യാപ്തമാണെന്ന് കാണിച്ചാണ് NIA ഹൈക്കോടതിയിൽ അപ്പീൽ സമർപ്പിച്ചത്. പ്രതികൾക്കെതിരെ സ്ഫോടക വസ്തു നിരോധന നിയമപ്രകാരം കുറ്റം ചുമത്തിയ സാഹചര്യത്തിൽ 10 വർഷമെങ്കിലും തടവ് ശിക്ഷ നൽകണമെന്നാണ് അപ്പീലിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. കുറ്റപത്രത്തിൽ പ്രതി ചേർത്തിരുന്ന പലരെയും കോടതി വെറുതെ വിട്ട നടപടി റദ്ദാക്കണമെന്നും NIA അപ്പീലിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആഭ്യന്തര മന്ത്രാലയം കേസിൽ അപ്പീൽ നൽകാൻ നേരത്തെ തന്നെ അനുമതി നൽകിയിരുന്നു.
ന്യൂസ് ബ്യൂറോ, കൊച്ചി. ജനവാസ കേന്ദ്രത്തിലെ മൊബൈൽ ടവർ നിർമ്മാണത്തിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. കോട്ടയം കഞ്ഞിക്കുഴി MM നഗറിന് സമീപം സ്വകാര്യ വ്യക്തിയുടെ കെട്ടിടത്തിലാണ് ടവർ നിർമ്മിക്കുന്നത്. മൊബൈൽ ടവർ പൊളിച്ചു നീക്കും വരെ പ്രക്ഷോഭം തുടരുമെന്ന് നാട്ടുകാർ പറയുന്നു. കോട്ടയം നഗരത്തിലെ കഞ്ഞിക്കുഴിക്ക് സമീപമുള്ള ജനവാസ കേന്ദ്രത്തിലാണ് മൊബൈൽ ടവർ നിർമ്മാണം പുരോഗമിക്കുന്നത്. മൊബൈൽ ടവറിന്റെ വിതരണ പരിധിയിൽ 100-ൽ പരം വീടുകളുള്ളതിനാൽ ടവർ നിർമ്മാണം അവസാനിപ്പിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടെങ്കിലും ഫലമുണ്ടായില്ല. പിന്നീടുണ്ടായ ജനകീയ പ്രക്ഷോഭത്തെ തുടർന്ന് നഗരസഭയിൽ നിന്ന് ടവർ നിർമ്മാണം തടഞ്ഞുകൊണ്ട് ഉത്തരവിറങ്ങിയെങ്കിലും ഇത് അവഗണിച്ച് നിയമവിരുദ്ധമായി രാത്രിയിൽ സ്വകാര്യ കമ്പനി ടവർ നിർമ്മാണവുമായി മുന്നോട്ടു പോവുകയായിരുന്നുവെന്ന് മുൻ കൗൺസിലർ കൂടിയായ GB ജോൺ പറഞ്ഞു. ജനങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് രാത്രികാലങ്ങളിൽ അനധികൃതമായി ഇതിൻ്റെ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുവാനായിട്ടുള്ള ശ്രമമാണ് അധികാരികളുടെ ഭാഗത്തുനിന്നുണ്ടായത്. അതിനുവേണ്ടിയുള്ള എല്ലാ ഒത്താശയും ഈ കെട്ടിടത്തിന്റെ ഉടമയും ചെയ്തു കൊടുത്തിട്ടുണ്ട്. ക്യാൻസർ ഉൾപ്പെടെയുള്ള മാരക രോഗങ്ങൾക്ക് കാരണമാകുന്ന ടവർ നിർമ്മിച്ചിരിക്കുന്ന കെട്ടിടത്തിന് ബലക്ഷയമുള്ളതിനാൽ ഏതു സമയവും ഇവിടെ ഒരു ദുരന്തമുണ്ടായേക്കാമെന്ന ഭീതിയിലാണ് നാട്ടുകാർ. ന്യൂസ് ബ്യൂറോ, കോട്ടയം. നെടുമ്പാശ്ശേരി വിമാനത്താവളം വഴി സ്വർണം കടത്തിയ 11 പേരെ കൂടി കസ്റ്റംസ് അറസ്റ്റ് ചെയ്തു. മൂവാറ്റുപുഴയിലെ ജ്വല്ലറി ഉടമ ഷമീർ, ജെറ്റ് എയർവേസ് ജീവനക്കാരൻ ഷിബി എന്നിവർ അടക്കമുള്ളവരാണ് പിടിയിലായത്. സംഘം 200 കോടിയിലധികം രൂപയുടെ സ്വർണം കടത്തിയെന്ന് കസ്റ്റംസ് കണ്ടെത്തി. നെടുമ്പാശ്ശേരി വിമാനത്താവളം വഴി വൻതോതിൽ സ്വർണം കടത്തിയ 4 പേരെ കഴിഞ്ഞ ദിവസം കസ്റ്റംസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഇവരെ ചോദ്യം ചെയ്തതിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് സ്വർണ്ണക്കടത്തിൽ പങ്കാളികളായ 11 പേരെ കസ്റ്റംസ് അറസ്റ്റ് ചെയ്തത്. മൂവാറ്റുപുഴയിലെ ജുവൽ പാർക്ക് ഉടമ ഷമീർ, ജെറ്റ് എയർവേസ് ജീവനക്കാരൻ ഷിബി, ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് കരാറുകാരായ BFFSലെ 3 ഡ്രൈവർമാരടക്കം 11 പേരാണ് അറസ്റ്റിലായത്. ഷമീറിന്റെ ജ്വല്ലറി വഴി 200 കോടി രൂപയുടെ സ്വർണം കടത്തിയെന്ന് പ്രതികൾ സമ്മതിച്ചതിനെ തുടർന്ന് ഇയാളുടെ ജ്വല്ലറി സീൽ ചെയ്തു. 64 കിലോ സ്വർണ്ണമാണ് പ്രതികൾ ഇതിനകം വിമാനത്താവളം വഴി കടത്തിയത്. ഇതിന്റെ പ്രതിഫലമായി 4 ലക്ഷം രൂപ ലഭിച്ചതായി ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് ജീവനക്കാർ കസ്റ്റംസിനോട് സമ്മതിച്ചിട്ടുണ്ട്. ഇവരുടെ വീട്ടിൽ നിന്ന് 3 ലക്ഷം രൂപ കസ്റ്റംസ് കണ്ടെടുത്തിരുന്നു. പ്രതികളെ കോടതിയിൽ ഹാജരാക്കി. നെടുമ്പാശ്ശേരി വിമാനത്താവളം വഴിയുള്ള ഏറ്റവും വലിയ സ്വർണ്ണക്കടത്ത് കേസായതിനാൽ കൂടുതൽ അറസ്റ്റുണ്ടാകുമെന്നാണ് കസ്റ്റംസ് നൽകുന്ന സൂചന. ന്യൂസ് ബ്യൂറോ, കൊച്ചി. പീപ്പിൾ ബിഗ് ബ്രേക്കിംഗ്. അരുവിക്കരയിൽ വോട്ടിന് സാരി. ഉഴമലക്കൽ പഞ്ചായത്തിലെ പുളിമൂട്ടിലാണ് UDF പ്രവർത്തകർ വോട്ടർമാർക്ക് സാരി വിതരണം ചെയ്തത്. സാരി വിതരണത്തിന്റെ ദൃശ്യങ്ങൾ പീപ്പിൾ TV പുറത്തുവിട്ടു. അരുവിക്കര ഉപതെരഞ്ഞെടുപ്പിൽ വോട്ടർമാരെ സ്വാധീനിക്കാനായി UDF പണവും മറ്റു ഉപഹാരങ്ങളും വിതരണം ചെയ്യുന്നുണ്ടെന്ന വിവരത്തെ തുടർന്നാണ് ഞങ്ങൾ അന്വേഷണം ആരംഭിച്ചത്. അന്വേഷണം ചെന്നെത്തിയത് ഉഴമലക്കൽ പഞ്ചായത്തിലെ പുളിമൂട് എന്ന കൊച്ചു ഗ്രാമത്തിൽ. ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിൽ മാത്രം കാണുന്ന ആശ്ചര്യജനകമായ കാഴ്ചയായിരുന്നു ഇവിടെ കണ്ടത്. പഞ്ചായത്ത് മെമ്പറും കോൺഗ്രസ് നേതാവുമായ VV റഷീദയുടെ വീട്ടുമുറ്റത്ത് ചെറിയൊരാൾക്കൂട്ടം. പ്രായമായ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള 50ഓളം പേരടങ്ങുന്ന സംഘം. എല്ലാം പാവപ്പെട്ട ഗ്രാമീണർ. അന്വേഷിച്ചപ്പോൾ UDF 69ാം ബൂത്ത് കൺവെൻഷൻ എന്ന് മറുപടി. നേതാക്കളുടെ തൊട്ടടുത്തായി മേശപ്പുറത്ത് സെറ്റ് സാരികൾ നിരത്തി വെച്ചിരിക്കുന്നു. അല്പനേരം കഴിഞ്ഞപ്പോൾ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യേണ്ട DCC വൈസ് പ്രസിഡന്റ് സുദർശൻ യോഗസ്ഥലത്തെത്തി. ഉദ്ഘാടന പ്രസംഗം 10 മിനിറ്റ്. ചെറിയ ഉപഹാരം സ്വീകരിക്കണമെന്ന് വോട്ടർമാരോട് സുദർശനന്റെ അഭ്യർത്ഥന. തുടർന്ന് യോഗത്തിൽ പങ്കെടുക്കുന്നവരുടെ പേര് വിളിച്ച് സാരി വിതരണം. യോഗത്തിൽ പങ്കെടുത്ത 50 പേർക്കും സാരി കിട്ടി. വലിയ ഉപഹാരങ്ങൾ പുറകെ വരുമെന്ന വാഗ്ദാനവും വോട്ടർമാർക്ക് ലഭിച്ചു. തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ UDF എന്തൊക്കെ മാർഗങ്ങൾ സ്വീകരിക്കുന്നു എന്നതിൻ്റെ ദൃശ്യത്തെളിവുകളാണ് പീപ്പിൾ പുറത്തുവിട്ടത്. കേരളത്തിൽ കേട്ടുകേൾവി പോലുമില്ലാത്ത സംഭവങ്ങളാണ് അരുവിക്കരയിൽ നടക്കുന്നത്. ക്യാമറമാൻ അഖിലേഷൊപ്പം PV കുട്ടൻ. വ്യാജ സർട്ടിഫിക്കറ്റ് കേസിൽ അറസ്റ്റിലായ ജിതേന്ദ്ര സിംഗ് തോമറിനെ തെളിവെടുപ്പിനായി ഉത്തർപ്രദേശിലെ ഫസിയാബാദിലേക്ക് കൊണ്ടുപോയി. അറസ്റ്റിനെതിരെ ആം ആദ്മി പാർട്ടി കോടതിയെ സമീപിക്കും. തോമർ രാജിവെച്ച ഒഴിവിൽ കാരാവൽ നഗർ MLA കപിൽ മിശ്ര ദില്ലി നിയമമന്ത്രിയാകും. തോമർ BSc ബിരുദം നേടിയെന്ന് അവകാശപ്പെടുന്ന ഫൈസാബാദിലെ റാം മനോഹർ ലോഹ്യ അവാദ് യൂണിവേഴ്സിറ്റിയിലാണ് തെളിവെടുപ്പും ചോദ്യം ചെയ്യലും നടന്നത്. അവാദ് യൂണിവേഴ്സിറ്റിയുടെ പേരിലുള്ള സർട്ടിഫിക്കറ്റുകൾ വ്യാജമാണെന്ന് പോലീസ് നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. നിയമബിരുദം നേടിയതായി പറയുന്ന ബീഹാറിലെ ബഗൽപൂരിലുള്ള തിൽക്ക മാഞ്ചി സർവകലാശാലയിലും തോമറിനെ കൊണ്ടുപോയി തെളിവെടുക്കും. ബിരുദങ്ങൾ വ്യാജമല്ലെന്നും കേന്ദ്ര സർക്കാർ പകപോക്കുകയാണെന്നും ചോദ്യം ചെയ്യലിനായി കൊണ്ടുപോകും മുമ്പ് തോമർ മാധ്യമങ്ങളോട് പറഞ്ഞു. ജിതേന്ദ്ര സിംഗ് തോമറിനെ അറസ്റ്റ് ചെയ്ത രീതിയെ ചോദ്യം ചെയ്തുകൊണ്ട് കോടതിയെ സമീപിക്കാൻ ആം ആദ്മി പാർട്ടി തീരുമാനിച്ചിട്ടുണ്ട്. മന്ത്രിയെ അറസ്റ്റ് ചെയ്യുമ്പോൾ സ്വീകരിക്കേണ്ട നടപടിക്രമങ്ങൾ ദില്ലി പോലീസ് പാലിച്ചിട്ടില്ലെന്നാണ് ആം ആദ്മി പാർട്ടിയുടെ ആരോപണം.
അതേസമയം ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളും ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയയും ലഫ്റ്റനന്റ് ഗവർണറെ കണ്ട് തോമറിന്റെ രാജിക്കത്ത് കൈമാറി. കാരാവൽ നഗർ MLA കപിൽ മിശ്രയെ നിയമമന്ത്രിയാക്കാനുള്ള തീരുമാനവും ഗവർണറെ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, ദില്ലി. തടയാൻ ശക്തമായ നടപടിയെടുക്കാൻ തീരുമാനം. ഇതിനായി ഭക്ഷ്യസുരക്ഷാ വിഭാഗത്തെ ശക്തിപ്പെടുത്തും. അന്യസംസ്ഥാനങ്ങളിൽ നിന്നുള്ള വിഷാംശമുള്ള പച്ചക്കറിയുടെ കയറ്റുമതി തടയാൻ ഇതര സംസ്ഥാന മുഖ്യമന്ത്രിമാർക്ക് കത്തെഴുതും. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗത്തിൻ്റെതാണ് ഈ തീരുമാനം. വിഷാംശമുള്ള പച്ചക്കറി സംസ്ഥാനത്തെത്തുന്നത് തടയാനുള്ള പദ്ധതിയാണ് വിപുലീകരിക്കാൻ തീരുമാനിച്ചത്. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൻ്റെതാണ് തീരുമാനം. ആദ്യപടിയായി മറ്റ് സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർക്ക് ഉമ്മൻചാണ്ടി കത്തെഴുതും. ജൂലൈ ആദ്യവാരം ഉദ്യോഗസ്ഥതല യോഗം വിളിച്ചു ചേർക്കാനും യോഗം തീരുമാനിച്ചു. ഭക്ഷ്യസുരക്ഷാ വിഭാഗത്തെ ഇതിനായി ശക്തിപ്പെടുത്തും. 2.45 കോടി രൂപയുടെ ഉപകരണങ്ങൾ വാങ്ങുമെന്നും ആരോഗ്യമന്ത്രി VS ശിവകുമാർ പറഞ്ഞു. അതുപോലെ തന്നെ മറ്റു സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് 2.45 കോടി രൂപയുടെ എക്യുപ്മെന്റ്സ് വാങ്ങുന്നതിന് വേണ്ടിയുള്ള പ്രൊപ്പോസൽ ഭക്ഷ്യസുരക്ഷാ കമ്മീഷൻ നൽകിയിട്ടുണ്ട്. അതുപോലെ വെജിറ്റബിൾസും 418 പരിശോധനകൾ നടത്തിയ 26 സാമ്പിൾസ് കൂടുതലായിട്ട് ഈ കീടനാശിനി ഉള്ളതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. ഭക്ഷണങ്ങളിലെ മായം തടയാൻ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഉദ്യോഗസ്ഥരുടെയും യോഗം വിളിക്കും. സർക്കാർ ഔട്ട്ലെറ്റുകളിലെ എല്ലാ ഉൽപ്പന്നങ്ങളുടെയും ഗുണനിലവാരം പരിശോധിക്കുമെന്ന് ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബും പറഞ്ഞു. ഗവൺമെന്റിന്റെ അധീനതയിലുള്ള ഔട്ട്ലെറ്റ്സിലുള്ള വിൽപ്പന, അതിലൂടെ വിൽക്കുന്ന എല്ലാ തരത്തിലുള്ള പ്രൊഡക്ട്സുകളും ഗുണനിലവാര പരിശോധനയ്ക്ക് ഞങ്ങൾ വിധേയമാക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് 3 മാസം കൂടുമ്പോൾ അതിൻ്റെ ഒരു റാൻഡം തരത്തിലുള്ള പരിശോധന എല്ലാ പ്രൊഡക്ട്സിൻ്റെയും ഉണ്ടാകുവാൻ തീരുമാനിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തെ പച്ചക്കറി ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനായി ദീർഘകാല കർമ്മ പദ്ധതി തയ്യാറാക്കും. പച്ചക്കറിയിലെ വിഷാംശം കണ്ടെത്താൻ തിരുവനന്തപുരത്തും കോഴിക്കോടും 1 കോടി രൂപ ചെലവിൽ അത്യാധുനിക ലാബ് സജ്ജീകരിക്കും. കേസുകൾ വിചാരണ ചെയ്യാൻ പ്രത്യേക കോടതികൾ രൂപീകരിക്കാനും യോഗം തീരുമാനിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ട്രെയിൻ യാത്രക്കാരനെ മരിച്ച നിലയിൽ കണ്ടെത്തി. ചെന്നൈ മംഗലാപുരം ട്രെയിനിൽ S9 ബോഗിയിൽ കണ്ണൂർ ചിറക്കൽ സ്വദേശി 41 വയസ്സുള്ള മധുസൂദനനെയാണ് മരിച്ച നിലയിൽ കണ്ടത്. ഇയാളുടെ കൈവശം റിസർവ് ചെയ്യാത്ത ചെന്നൈ കണ്ണൂർ ടിക്കറ്റ് ഉണ്ടായിരുന്നു. പഴയങ്ങാടിയിൽ വെച്ച് TTE ടിക്കറ്റ് പരിശോധന നടത്തുമ്പോഴാണ് മരണം ശ്രദ്ധയിൽപ്പെട്ടത്. കാസർഗോഡ് സ്റ്റേഷനിൽ വെച്ച് മൃതദേഹം ട്രെയിനിൽ നിന്ന് പുറത്തെടുത്ത് ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റി. ശരീരത്തിൽ നീല നിറം വ്യാപിച്ചിരുന്നു. മരണകാരണം വ്യക്തമല്ല. കോട്ടയം മെഡിക്കൽ കോളേജിൽ ഓക്സിജൻ സിലിണ്ടർ ക്ഷാമം. വാർഡുകളിലേക്കുള്ള സിലിണ്ടറുകളുടെ വിതരണം മുടങ്ങി. രോഗികൾ ദുരിതത്തിലാണെന്ന് കോട്ടയം ബ്യൂറോയുടെ റിപ്പോർട്ട്. കരുനാഗപ്പള്ളി മുനിസിപ്പാലിറ്റി UDF ഭരണസമിതിക്കെതിരെ LDF വാഴനട്ട് പ്രതിഷേധിച്ചു. AI ഗ്രൂപ്പുകൾ അഴിമതി നടത്തുന്നതിൽ മത്സരിക്കുകയാണെന്ന് LDF ആരോപിച്ചു. കരുനാഗപ്പള്ളിയിൽ മുനിസിപ്പൽ ടവർ നിർമ്മാണത്തിനെന്ന പേരിൽ മുഖ്യമന്ത്രിയെ കൊണ്ടുവന്ന് നടത്തിയ ഉദ്ഘാടന മാമാങ്കം മുതൽ കേശവപുരത്ത് ശ്മശാനത്തിനായി ഭൂമി വാങ്ങിയതിലും പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിനായി ചതുപ്പ് സ്ഥലം വാങ്ങിയതിലും വരെ അഴിമതിയും റിയൽ എസ്റ്റേറ്റ് താൽപ്പര്യങ്ങളും മാത്രമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കരുനാഗപ്പള്ളി മുനിസിപ്പാലിറ്റിയിലെ UDF ഭരണസമിതിക്കെതിരെ സഹികെട്ട് LDF വാഴനട്ട് പ്രതിഷേധിച്ചത്. വാഴനട്ടാൽ ഫലം ലഭിക്കും, എന്നാൽ ജനങ്ങൾ തെരഞ്ഞെടുത്ത UDF ഭരണസമിതി അഴിമതി കായ്ക്കുന്ന മരമായെന്ന് LDF ആരോപിച്ചു. CPIM സംസ്ഥാന കമ്മിറ്റി അംഗം സൂസൻ കൂടി പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. തന്റെ കാലത്ത് തുടങ്ങിയെന്ന് വരുത്താൻ വേണ്ടി നടത്തിയ ഔപചാരികമായ ഉദ്ഘാടന ശ്രമം അടക്കം ഈ നാട്ടുകാർക്ക് സുപരിചിതമായിട്ടുള്ള സംഭവമല്ലേ? ചരിത്രത്തിന്റെ ഭരണസമിതിയിലെ ചില അംഗങ്ങൾക്കുള്ള റിയൽ എസ്റ്റേറ്റ് വ്യാപാരം വളർത്താനാണ് കരുനാഗപ്പള്ളിയിൽ വിവിധ ആവശ്യങ്ങൾക്ക് ഭൂമി വാങ്ങുന്നതെന്നും LDF കുറ്റപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ബാർ കോഴ കേസിൽ മന്ത്രി K ബാബുവിനെതിരെ തെളിവില്ലെന്ന് വിജിലൻസ്. ദ്രുതപരിശോധനാ റിപ്പോർട്ട് അന്വേഷണ സംഘം വിജിലൻസ് ഡയറക്ടർക്ക് കൈമാറി. ബാർ ഓണേഴ്സ് അസോസിയേഷൻ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് ബിജു രമേശാണ് മന്ത്രി K ബാബു 50 ലക്ഷം രൂപ കോഴ വാങ്ങിയതായി കോടതിയിൽ മൊഴി നൽകിയത്. ഇതേക്കുറിച്ച് അന്വേഷിച്ച വിജിലൻസ് എറണാകുളം യൂണിറ്റ് അന്വേഷണ റിപ്പോർട്ട് വിജിലൻസ് ഡയറക്ടർക്ക് കൈമാറി. അന്വേഷണ ഉദ്യോഗസ്ഥനായ DYSP രമേശ്, അന്വേഷണത്തിന്റെ മേൽനോട്ട ചുമതലയുള്ള SP KM ആന്റണിക്കാണ് റിപ്പോർട്ട് കൈമാറിയത്. മന്ത്രി K ബാബുവിനെതിരെ തെളിവില്ലെന്നാണ് അന്വേഷണ റിപ്പോർട്ട്. ബിജു രമേശ് മന്ത്രിയുടെ ചേംബറിൽ വെച്ചാണ് 50 ലക്ഷം രൂപ K ബാബുവിന് കൈമാറിയത്. പണം നൽകുമ്പോൾ ചേംബർ ഓഫ് കൊമേഴ്സ് ഭാരവാഹിയായ റഫീസ് ഒപ്പമുണ്ടായിരുന്നു. പണം കൈമാറുന്നത് കണ്ടതായി റഫീസും
ഉൾപ്പെടെയുള്ളവരും വിജിലൻസിന് മൊഴി നൽകിയിട്ടുണ്ട്. കെ എം മാണിക്കെതിരെ സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരുന്നു. എന്നാൽ പണം നൽകുന്നതിന് ദൃക്സാക്ഷിയുണ്ടായിട്ടും കെ ബാബുവിനെതിരെ തെളിവില്ലെന്നാണ് വിജിലൻസ് കണ്ടെത്തൽ. കേസ് അട്ടിമറിക്കാൻ ശ്രമം നടക്കുന്നതായി നേരത്തെ ആരോപണവും ഉണ്ടായിരുന്നു. അന്വേഷണം ഡിവൈഎസ്പി രമേശിന് കൈമാറിയത് കേസ് അട്ടിമറിക്കാനായിരുന്നു എന്നായിരുന്നു ആരോപണം. മൊഴി രേഖപ്പെടുത്തുന്നതിൽ വീഴ്ച വരുത്തിയെന്ന് റഫീസും ബിജു രമേശിന്റെ മാനേജറും വെളിപ്പെടുത്തിയിരുന്നു. അന്വേഷണം അട്ടിമറിക്കുന്നുവെന്ന ആരോപണത്തെ സാധൂകരിക്കുന്നതാണ് വിജിലൻസിന്റെ അന്വേഷണ റിപ്പോർട്ട്. NV ബാലകൃഷ്ണൻ, തിരുവനന്തപുരം. ബാർക്കോഴയുമായി ബന്ധപ്പെട്ട അന്വേഷണത്തെ അട്ടിമറിക്കാൻ നേതൃത്വം നൽകിയത് വിൻസൻ എം പോളാണെന്ന് ബിജു രമേശ് ആരോപിച്ചു. അന്വേഷണ ഉദ്യോഗസ്ഥനാണ് ഇക്കാര്യം തന്നോട് വെളിപ്പെടുത്തിയതെന്നും ബിജു രമേശ് പീപ്പിൾ ടിവിയോട് പറഞ്ഞു. അതേസമയം ബാർക്കോഴ കേസിലെ വിജിലൻസ് റിപ്പോർട്ട് സംബന്ധിച്ച് മാധ്യമങ്ങളിലൂടെയാണ് താൻ വിവരങ്ങൾ അറിഞ്ഞതെന്ന് മന്ത്രി കെ ബാബു പറഞ്ഞു. ബാർക്കോഴ കേസിൽ സ്വതന്ത്ര അന്വേഷണം സാധ്യമാക്കണമെന്നാവശ്യപ്പെട്ട് VS സുനിൽകുമാർ MLA സമർപ്പിച്ച ഹർജി ഹൈക്കോടതി തള്ളി. ബാർക്കോഴ കേസിൽ മന്ത്രി കെ ബാബുവിനെതിരെ തെളിവില്ലെന്ന ദ്രുതപരിശോധനാ റിപ്പോർട്ട് അന്വേഷണ സംഘം വിജിലൻസ് ഡയറക്ടർക്ക് കൈമാറിയ സാഹചര്യത്തിലാണ് വിൽസൺ എം പോളിനെതിരെ ബിജു രമേശ് രംഗത്തെത്തിയത്. ബാർക്കോഴയുമായി ബന്ധപ്പെട്ട അന്വേഷണത്തെ അട്ടിമറിക്കാൻ നേതൃത്വം നൽകിയത് വിൽസൺ എം പോളാണെന്ന് ബിജു രമേശ് പറയുന്നു. അന്വേഷണ ഉദ്യോഗസ്ഥനാണ് ഇക്കാര്യം തന്നോട് വെളിപ്പെടുത്തിയതെന്നും ബിജു രമേശ് പീപ്പിൾ ടിവിയോട് പറഞ്ഞു. വളരെ സ്ട്രൈറ്റ് ആയിട്ടും ഒരു രാഷ്ട്രീയ സമ്മർദ്ദത്തിന് വഴങ്ങാതെ പ്രവർത്തിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് ശ്രീ ജേക്കബ് തോമസ്. പക്ഷേ വിൽസൺ എം പോൾ സാറ് സ്ട്രൈറ്റ് ആണ്. കറപ്ഷൻ ഇല്ലെങ്കിൽ പോലും രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്ക് പണ്ടും എപ്പോഴും അതിന് കുറച്ചൊരു പരിധിവരെ വഴങ്ങുന്ന, മുകളിലിരിക്കുന്നവർ പറയുന്ന, ഗവൺമെൻറ് പറയുന്ന കേൾക്കുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് വിൽസൺ എം പോൾ. ഇവർ തമ്മിലുള്ള ഒരു ചെറിയൊരു വ്യത്യാസം ഈ ഒരു കാര്യത്തിൽ പണ്ട് മുതലേ ഉണ്ട്. ആ ഒരു വ്യത്യാസമാണ് ഗവൺമെൻറ് മുതലെടുക്കാൻ ശ്രമിച്ചത്. വിൽസൺ എം പോൾ സാറിനെ ഈ കാര്യത്തിലേക്ക് ഉപയോഗിച്ച് ഒരു ടൂളായിട്ട് ഉപയോഗിക്കുകയും ഇൻ്റർഫിയർ ചെയ്ത് ഈ കേസ് അട്ടിമറിക്കപ്പെടുകയും ചെയ്തത്. ഇത് രാഷ്ട്രീയപരമായി കെ ബാബുവിൻ്റെ അട്ടിമറിച്ച് ഒരു കണക്കിന് നല്ലതാണ്. കാരണം ഈ കേസ് അന്വേഷിച്ച് പോയി കഴിഞ്ഞാൽ ബാർക്കോഴയിലെ ചെറിയൊരു അംശം മാത്രമേ പുറത്തു കൊണ്ടുവരാൻ കഴിയുള്ളൂ. അതേ സമയത്ത് ഒരു സെൻട്രൽ ഏജൻസി അന്വേഷിക്കുകയാണെങ്കിൽ ബാർക്കോഴ മാത്രമല്ല ഈ എക്സൈസ് മന്ത്രി നടത്തിയിട്ടുള്ള മറ്റ് കോടിക്കണക്കിന് രൂപയുടെ മദ്യ കമ്പനികളുമായിട്ട് നടത്തിയിട്ടുള്ള അവിഹിതമായ ഇടപാടുകളെ കുറിച്ച് പോലും നമുക്ക് പുറത്തു കൊണ്ടുവരാൻ കഴിയുമെന്ന് കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കുമെന്നും ബിജു രമേശ് പീപ്പിൾ ടിവിയോട് പറഞ്ഞു. ബാർക്കോഴ കേസിലെ വിജിലൻസ് റിപ്പോർട്ട് സംബന്ധിച്ച് മാധ്യമങ്ങളിലൂടെയാണ് താൻ വിവരങ്ങൾ അറിഞ്ഞതെന്ന് മന്ത്രി കെ ബാബു പ്രതികരിച്ചു. അതിനാൽ കൂടുതൽ പ്രതികരണത്തിനില്ലെന്നും വരും ദിവസങ്ങളിൽ പ്രതികരിക്കാമെന്നും കെ ബാബു വ്യക്തമാക്കി. നാളെ ഞാൻ പത്രസമ്മേളനം നടത്തി പറയുന്നുണ്ട്. എനിക്കിപ്പോൾ പത്രവാർത്തകൾ, മീഡിയ വാർത്തകളിലൂടെ മനസ്സിലായിട്ടുള്ള കാര്യമുള്ളൂ. എന്നാൽ എന്താണ് യഥാർത്ഥ സ്ഥിതി എന്നുള്ളത് മനസ്സിലാക്കിയതിന് ശേഷം പ്രതികരിക്കും നാളെ. സത്യം ഓരോന്നായി പുറത്തു വരട്ടെ എന്നായിരുന്നു KM മാണിയുടെ പ്രതികരണം. ദൈവത്തിന്റെ വഴിക്ക് പോട്ടെ, അതൊക്കെ ജനങ്ങൾ കാണുന്നുണ്ട് ഇതിന്റെയൊക്കെ കാര്യങ്ങൾ. അതേസമയം ബാർക്കോഴ കേസിൽ സ്വതന്ത്ര അന്വേഷണം സാധ്യമാക്കണമെന്നാവശ്യപ്പെട്ട് VS സുനിൽകുമാർ MLA സമർപ്പിച്ച ഹർജി ഹൈക്കോടതി തള്ളി. ന്യൂസ് ഡെസ്ക്. സംസ്ഥാനത്തെ പാരാമെഡിക്കൽ, നഴ്സിംഗ്, ഫാർമസി കോഴ്സുകളിലെ സർക്കാർ സീറ്റുകളിലെ അഡ്മിഷൻ വിജ്ഞാപനം വൈകുന്നു. +2 വിദ്യാഭ്യാസത്തിനു ശേഷം സാധാരണക്കാരുടെ മക്കൾ പ്രധാനമായും തിരഞ്ഞെടുക്കുന്ന സ്വാശ്രയ കോഴ്സുകളാണ് ഇത്. ലളിതമായ ഫീസ് ഘടനയുള്ള ഈ അലൈഡ് കോഴ്സുകളുടെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട വിജ്ഞാപനം വൈകിക്കുന്നത് സ്വകാര്യ കോളേജ് മാനേജ്മെൻറ്റുകളെ സഹായിക്കാനാണെന്ന ആക്ഷേപം വ്യാപകമാണ്. ആ റിപ്പോർട്ടുമായി ഇന്നത്തെ ക്രൈംബ്രാഞ്ച് പൂർണ്ണമാവുകയാണ്. നമസ്കാരം. സർക്കാർ മെഡിക്കൽ കോളേജുകളിലേതുൾപ്പെടെ പാരാമെഡിക്കൽ, നഴ്സിംഗ്, ഫാർമസി കോഴ്സുകളിൽ സംസ്ഥാനത്ത് 6000-ഓളം സർക്കാർ സീറ്റുകളാണുള്ളത്. ഈ കോഴ്സുമായി ബന്ധപ്പെട്ട അഡ്മിഷൻ, റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കൽ, അലോട്ട്മെന്റ് എന്നിവയുടെ ചുമതല LBSനാണ്. സാധാരണഗതിയിൽ +2 പരീക്ഷാഫലം പ്രസിദ്ധീകരിച്ച് തൊട്ടടുത്ത ദിവസങ്ങളിലാണ് അലൈഡ് കോഴ്സുകളുടെ അഡ്മിഷൻ വിജ്ഞാപനം പുറപ്പെടുവിക്കൽ. എന്നാൽ ഈ വർഷം +2 ഫലം വന്ന് 3 ആഴ്ച പിന്നിട്ടിട്ടും വിജ്ഞാപനം ഇറങ്ങിയിട്ടില്ല. ഇത് സ്വകാര്യ മാനേജ്മെന്റുകളെയും അന്യസംസ്ഥാന കോളേജുകളെയും സഹായിക്കാനുള്ള നീക്കമാണെന്ന് ആക്ഷേപം ഉയർന്നിട്ടുണ്ട്. സെൽഫ് ഫിനാൻസിംഗ് കോളേജ് ടീച്ചേഴ്സ് ആൻഡ് സ്റ്റാഫ് അസോസിയേഷൻ സെക്രട്ടറി അബ്ദുൽ വഹാബ് പീപ്പിൾ ടിവിയോട്. ഒന്ന്, അന്യസംസ്ഥാന കോളേജുകളെ സഹായിക്കുന്നതിന് വേണ്ടിയാണ്. രണ്ടാമത്തത്, കേരളത്തിലെ സ്വാശ്രയ കോളേജുകളിൽ ഉള്ള സർക്കാർ സീറ്റുകളിലേക്ക് വളരെ തുച്ഛമായ ഫീസാണ് സർക്കാർ വെച്ചിട്ടുള്ളത്. ആ കോഴ്സുകളിലേക്ക് കൃത്യമായി അഡ്മിഷൻ നോട്ടിഫിക്കേഷൻ വരാതിരുന്നു കഴിഞ്ഞാൽ ആ കോഴ്സുകളിലേക്ക് മാനേജ്മെൻറ്റ് ഫീസ് വാങ്ങി വിദ്യാർത്ഥികളെ പഠിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കും. റെഗുലേറ്ററി കൗൺസിലിന്റെ നിർദ്ദേശപ്രകാരം ഓഗസ്റ്റ് 1-നാണ് കോഴ്സുകളുടെ അധ്യയനം ആരംഭിക്കേണ്ടത്. അതിനിടെ അഡ്മിഷൻ വിജ്ഞാപനം വൈകുന്നത് പാവപ്പെട്ട വിദ്യാർത്ഥികളെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. അതേസമയം അലൈഡ് കോഴ്സുകളുമായി ബന്ധപ്പെട്ട 90% കോളേജുകളും അഫിലിയേറ്റ് ചെയ്തിരിക്കുന്നത് കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് ആൻഡ് സയൻസിലാണ്. അവിടെ B.Pharm പരീക്ഷ നടന്നിട്ട് പോലുമില്ല. എന്നാൽ PG കോഴ്സിനാകട്ടെ ഇപ്പോൾ അഡ്മിഷൻ ക്ഷണിച്ചുകൊണ്ടുള്ള വിജ്ഞാപനം ഇറക്കിയിട്ടുമുണ്ട്. കോട്ടയത്ത് നിന്നും TP പ്രശാന്ത്.